ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECDP അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എപ്പോഴും PSC പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന സമയങ്ങളിൽ തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട മിലിറ്ററി ഓപ്പറേഷൻസും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ സൈനിക നടപടികളും അതേപോലെ തന്നെ എക്സസൈസും എല്ലാം തന്നെ ഒരു ചോദ്യമെങ്കിലും ഈ പറയുന്ന PSC എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. പത്രത്തിൽ നമ്മൾ ഈ പറയുന്ന 2024, 25, 26 സമയങ്ങളിലായിട്ട് പ്രധാനമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മിലിറ്ററി ഓപ്പറേഷൻസ്, മിലിറ്ററി എക്സസൈസുകൾ രണ്ട് വ്യത്യാസമുണ്ട് അല്ലേ? ഒരു രാജ്യത്തിന് മേലോ മറ്റ് എന്താണ് ഈ പറയുന്ന സൈന്യം നേരിട്ട് നടത്തുന്ന സംവിധാനങ്ങളെയാണ് മിലിറ്ററി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അല്ലെ. രാജ്യങ്ങൾക്ക് മുകളിൽ പറയുന്ന യുദ്ധ സമാനമായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ കമാൻഡോ ഓപ്പറേഷൻസിന്റെ ഒക്കെ നമ്മൾ ഓപ്പറേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെ. അതല്ല ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ദുരിതബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആളുകൾ ഒഴിപ്പിക്കുന്നതെല്ലാം തന്നെ ഓപ്പറേഷൻസിന്റെ ഭാഗമായിരിക്കും. എന്നാൽ എക്സസൈസസ് എന്ന് പറയുന്ന പ്രധാനമായിട്ട് രണ്ട് രാജ്യങ്ങളിലെ സൈന്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നത്, ഒരു യുദ്ധസമാനമായ സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരുമിച്ച് പോരാടാം എന്നുള്ളതിനെ പറ്റിയുള്ള എന്താണ് ഒരു എക്സസൈസിനെയാണ് നമ്മൾ ചെയ്യുന്നത് പറയുന്നത് ഈ മിലിറ്ററി എക്സസൈസസ് എന്ത് ചെയ്യുന്നത് പറയുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് ഈ പറഞ്ഞ ആഗോള തരത്തിലുള്ള ഓപ്പറേഷൻസും അതേപോലെ തന്നെ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻസും എക്സസൈസസ് നമ്മൾ എന്ത് ചെയ്യും നോക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്തായാലും എക്സസൈസിലേക്ക് കടക്കാം. ഓക്കെ, നോക്കുക. ആദ്യത്തെ എന്ന് പറയുന്നത് ഫ്രീഡം ഷീൽഡ് എന്നുള്ളതായിരുന്നു. എക്സസൈസ് ഫ്രീഡം ഷീൽഡ് എന്ന് പറയുന്നത് പങ്കെടുത്തിട്ടുണ്ടായിരുന്ന രാജ്യം എന്ന് പറയുന്നത് ഫ്രീഡം ഷീൽഡിനകത്ത് പങ്കെടുത്ത രാജ്യങ്ങൾ ചിത്രത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ആരൊക്കെയാണത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സും സൗത്ത് കൊറിയയുമാണ് എന്നുള്ളതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ USA അല്ലെ, നമ്മുടെ അമേരിക്കയും സൗത്ത് കൊറിയയും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ സൗത്ത് കൊറിയയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന സൈനിക അഭ്യാസമാണ് ഫ്രീഡം ഷീൽഡ് എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ ആലോചിച്ചിരിക്കുക, എവിടെ ഫ്രീഡം വേണോ ഇല്ല, എവിടെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഫ്രീഡം വേണോ അവിടെ ആര് കാണും? അമേരിക്ക കാണും അല്ലെ. എവിടെ ഓയിലുണ്ട് അവിടെ അമേരിക്ക എന്ന് പറയുന്ന പോലെ എവിടെ ഈ പറയുന്ന രീതിയിൽ എവിടെ സ്വാതന്ത്ര്യം വേണോ അവിടെ ആര് കാണും? അമേരിക്കയുടെ ആ ചിറകുകൾ കാണുമെന്ന് പറയുന്ന പോലെ തന്നെ ഫ്രീഡം ഷീൽഡ് എന്ന് പറയുന്നത് അമേരിക്കയും കൊറിയയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് സൗത്ത് കൊറിയയിൽ വെച്ചാണ് നടക്കുന്നത് അല്ലെ. അടുത്തത് ഈ പറയുന്ന എക്സസൈസ് ലാമിറ്റി എന്ന് പറയുന്നത്, എക്സസൈസ് ലാമിറ്റി എവിടെ ആയിരിക്കും വരുന്നത്? ഇന്ത്യയും സീഷെൽസും തമ്മിലാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയും സീഷെൽസും തമ്മിലാണ് ഈ പറയുന്ന എക്സസൈസ് ലാമിറ്റി എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് എക്സസൈസ് മിലാൻ ആയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന എക്സസൈസ് മിലാൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട എക്സസൈസ് ആണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന എക്സസൈസ് മിലാന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഇറാനിയൻ കപ്പലിൽ എന്ത് ചെയ്യുന്നത് മുക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ഈ പറയുന്ന ഇറാനിയൻ കപ്പലിൽ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മുക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന എന്താണ് IRDS ധേന ഈ പറയുന്ന എന്താണ് IRDS ഈ പറയുന്ന ധേന കപ്പലിൽ മുക്കിയത് IRS-11 എന്ന് പറയുന്ന കപ്പല് ഇന്ത്യയുടെ സംരക്ഷണത്തിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ എക്സസൈസ് മിലാൻ കഴിഞ്ഞ് പോകുന്ന സമയത്താണ് അല്ലെ. അപ്പൊ 72 കൺട്രീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് US-ഉം റഷ്യ, ഇന്ത്യ എല്ലാം ഉണ്ടായിരുന്നു അല്ലെ. ഇന്ത്യ ഉൾപ്പെടെ ഉണ്ട് അല്ലെ. എവിടെ വെച്ചാണ് നടന്നത്? വിശാഖപട്ടണത്ത് വെച്ചാണ് ഇത് നടക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ മിലാൻ എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. ആദ്യകാലങ്ങളിൽ ഈ പറയുന്ന ആൻഡമാനിലായിരുന്നു. പിൽക്കാലത്ത് എങ്ങോട്ടേക്ക് മാറ്റി? വിശാഖപട്ടണത്തേക്ക് മാറ്റി എക്സസൈസ് ആണ് എക്സസൈസ് മിലാന്. അടുത്തത് എക്സസൈസ് വജ്രപ്രഹാർ എന്നുള്ളതാണ്. വജ്രപ്രഹാര, ഇടിമിന്നൽ എന്ന് പറയുമ്പോൾ ശക്തിയുടെ പ്രതീകമാണ് അല്ലെ. ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ആരാണ്? ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് US ആണ്. ഇപ്പോഴും US തന്നെയാണ് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു എക്സസൈസ് വജ്രപ്രഹാർ എന്ന് പറയുന്നത്. ഇന്ത്യ US തമ്മിലായിരുന്നു. എവിടെയാണ്? ഭലോക ഹിമാചൽ പ്രദേശിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് 16ാമത്തെ എഡിഷൻ നടന്നിട്ടുണ്ട്. 16ാമത്തെ എഡിഷൻ എവിടെ വെച്ചാണ് നടന്നത്? ഹിമാചൽ പ്രദേശിൽ വെച്ചാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്തതാണ് ഓപ്പറേഷൻ ധർമ്മ ഗാർഡിയൻ. ഈ പറയുന്ന സത്യത്തിനും നീതിയും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എന്താണ് ഒരു അച്ചടക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ധർമ്മം, നീതി, അച്ചടക്കം. ഈ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് ജപ്പാനാണ് അല്ലെ. ജപ്പാനിലെ ആളുകൾ ഭയങ്കര അച്ചടക്കമാണ്. അവർ ഈ പറയുന്ന രീതിയിൽ വേസ്റ്റ് ഒക്കെ കളയണമെങ്കിൽ തന്നെ വളരെ ഡസ്റ്റ്ബിനിൽ കൊണ്ട് കളയുക. നിങ്ങളൊക്കെ പറയും ഈ പറയുന്ന ഫിഫയൊക്കെ കഴിഞ്ഞ സമയത്തും മറ്റുമായിട്ട് ഈ പറയുന്ന ഒരുപാട് പേര് എന്ത് ചെയ്യുന്നത്, വേൾഡ് കപ്പ് കഴിഞ്ഞ സമയങ്ങളിൽ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നത് എന്താണ് ഒരുപാട് ആദരവോടൊക്കെ നോക്കിക്കണ്ട രാജ്യവും കൂടിയായിരുന്നു ഈ പറയുന്ന ജപ്പാൻ എന്ന് പറയുന്നത് അല്ലെ. അവർ ഈ പറയുന്ന സിവിക് സെൻസും അല്ലെ അങ്ങനെയൊക്കെ എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ധർമ്മം, നീതി എന്നൊക്കെ പറയുന്നത് ജപ്പാൻകാരുടെ രക്തത്തിനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സാമുറായിസ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്നൊക്കെ ആളുകളാണല്ലോ. അപ്പൊ ഈ പറയുന്ന 7th എഡിഷൻ ഓഫ് ദ ധർമ്മ ഗാർഡിയൻ അല്ലെ. ധർമ്മ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഈ പറയുന്ന ഒരു ഇന്ത്യൻ വേർഡ് ആണ്. അപ്പൊ ധർമ്മ ഗാർഡിയൻ ആരൊക്കെ ആയിരിക്കും വരുന്നത്? ഇന്ത്യയും ജപ്പാനുമാണ് വരുന്നത്. ഉത്തരാഖണ്ഡിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് എക്സസൈസ് നടക്കുന്നത് എന്നുള്ളതാണ് 7th എഡിഷൻ നടക്കുന്നത്. അടുത്തത് ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സസ് എക്സസൈസ് ആണ് ഖഞ്ചർ എന്ന് പറയുന്നത്. ഖഞ്ചർ എന്ന് പറഞ്ഞാൽ കിർഗിസ്ഥാനിൽ ഒരു തരം ഈ പറയുന്ന അരയിൽ വെക്കുന്ന ഒരു കത്തിയുടെ പേരാണ് ഖഞ്ചർ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഖഞ്ചർ എന്ന് പറയുന്നത്. ഖഞ്ചർ എന്ന് പറയുന്ന എക്സസൈസിന്റെ എന്താണ് ഈ പറയുന്ന രീതിയിൽ
എക്സസൈസ് എന്ന് പറയും ഇന്ത്യയും കിർഗിസ്ഥാൻ തമ്മിലായിരുന്നു. എവിടെ വെച്ച് നടന്നത്? അസാമിൽ വെച്ചാണ് നടന്നിട്ടുണ്ട്. സ്പെഷ്യൽ ഫോഴ്സസ് കിർഗിസ് ആർമഡ് ഫോഴ്സസ് കണ്ടീജൻസ്, അതായത് ഇന്ത്യൻ ആർമിയും കിർഗിസ് ആർമിയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത് ഈ എക്സസൈസ് നടക്കുന്നത് എന്നുള്ളതാണ്. എവിടെ വെച്ച് നടക്കുന്നത് ചോദിച്ചാൽ എവിടെ വെച്ചാണ്? അത് ആസാമിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ്. അടുത്തത് മിലിറ്ററി സിവിൽ ഫ്യൂഷൻ എക്സസൈസ് സഞ്ജാ ശക്തി. ശക്തി അല്ലെ ഇപ്പൊ സഞ്ജയ് എന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ സഞ്ജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പേരാണ് അല്ലെ. സഞ്ജയ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സഞ്ജാ ശക്തി എന്നുള്ളതാണ് ഈ പറയുന്ന മിലിറ്ററി ഫ്യൂഷൻ എക്സസൈസിന്റെ പേര്. അതായത് ഈ സ്റ്റേറ്റ് പോലീസും അതേപോലെ തന്നെ ആർമിയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു ഈ പറഞ്ഞ സഞ്ജാ ശക്തി എന്ന് പറയുന്നത് അല്ലെ. ആരൊക്കെ തമ്മിലായിരുന്നു നോക്കിയേ ഇവിടെ? മഹാരാഷ്ട്ര പോലീസും അതേപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ഇന്ത്യൻ ആർമിയും കൂടെ ചേർന്ന് അതേപോലെ തന്നെ സിവിലിയൻ ഏജൻസിയും കൂടെ എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു എക്സസൈസ് ആയിരുന്നു. പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? മഹാരാഷ്ട്ര പോലീസ് ഉണ്ട്, മഹാരാഷ്ട്ര. അപ്പൊ അവിടെ ഈ പറയുന്ന ക്യാപിറ്റൽ നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന രീതിയിൽ രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ ഉള്ളത്. ഒന്ന് മുംബൈയും മറ്റൊന്ന് പൂനെയും ആണേ. അപ്പൊ നമുക്ക് എന്ത് തെരഞ്ഞെടുക്കാം? പൂനെ തെരഞ്ഞെടുക്കാം. ദിഗ്ഗി റേഞ്ച് കട്കി മിലിറ്ററി സ്റ്റേഷൻ പൂനെ എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേഷന്റെ പേര് മറന്നുപോയാൽ ഓർത്തിരിക്കുക, പൂനെയിലാണെന്നുള്ളത് അല്ലെ. പൂനെയിലാണെന്നുള്ളത്. സഞ്ജാ ശക്തി പൂനെ മഹാരാഷ്ട്ര. സൂര്യകിരൺ എന്ന് പറയുന്നത് എന്താണ്? സൂര്യൻ ഉദിച്ചു വരിക. സൂര്യൻ ഉദിച്ചു വരണം. എവിടെ ഉദിച്ചു വരണം? മലയുടെ മുകളിൽ ഉദിച്ചു വരണം അല്ലെ. എവിടെ ഉദിച്ചു വരണം? മലയുടെ മുകളിൽ ഉദിച്ചു വരണം. മലയും വലിയ കൊടുമുടിയൊക്കെ ഉള്ളത് എവിടെയാണ്? നേപ്പാളിലാണ് അല്ലെ. എവിടെയാണ്? നേപ്പാളിലാണ്. പേര് സജസ്റ്റ് ചെയ്യുന്ന എന്ത് പേരാണ്? പേര് ഇന്ത്യൻ പേരാണ്. അപ്പം സൂര്യൻ ഉദിച്ചേരുന്ന എവിടെ ആയിരിക്കാം? അത് നേപ്പാൾ മലനിരകളിലാണെന്ന് ഓർത്തിരിക്കുക അല്ലെ. ഏറ്റവും വലിയ മലനിരകളുടെ മുകളിലായിട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു അല്ലെ. അപ്പം ഏറ്റവും വലിയ മലനിരകൾ ഈ പറയുന്ന രീതി മൗണ്ട് എവർ സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിൽ. അപ്പൊ ഇന്ത്യയുടെ നേപ്പാളിന്റെ സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു. എവിടെ വെച്ചാണ് നടക്കുന്നത്? ഉത്തരാഖണ്ഡിൽ വെച്ചാണ് നടക്കുന്നത് അല്ലെ. എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ പിത്തോഗഡിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ. അടുത്തതാണ് ഡസ്റ്റ്ലിക്ക് അല്ലെ. ഡസ്റ്റ്ലിക്ക് എന്ന് പറയുന്ന ആരൊക്കെ തമ്മിലാണ്? ഡസ്റ്റ്ലിക്ക് ആരൊക്കെ തമ്മിലാണ്? പേരിനകത്ത് തന്നെ ഉണ്ട് എന്താണ്? ഉസ് എന്ന് പറയുന്നത് എന്താണ്? ഉസ്ബെക്കിസ്ഥാനാണ് അല്ലെ. ഡസ് അല്ലെ ഉസ്. അപ്പൊ ഡസിനകത്ത് തന്നെ US ഉണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, അത് USA അല്ല. ഉസ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. അപ്പൊ ഈ പറയുന്ന എക്സസൈസ് ഡസ്റ്റ്ലിക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു. എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അടുത്തതോ എക്സസൈസ് എക്വറിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്വറിൻ എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? അത് ഫ്രണ്ട്സ് എന്നൊക്കെ ഉള്ളതാണ് എന്ത് ചെയ്യുന്നത് അർത്ഥം എന്ന് പറയുന്നത്. ആ പേരിനകത്ത് തന്നെ ഉണ്ട് എക്വറിൻ, ഫ്രണ്ട്സ്. നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ചെറിയൊരു രാജ്യമുണ്ട്. ഏതാണത്? മാൽഡീവ്സ് ആണ് ആ രാജ്യം. അപ്പം ഏറ്റവും അടുക്കുന്ന രാജ്യമാണ് ഈ പറയുന്ന മാൽഡീവ്സ്. കടലിലാണ് അല്ലെ. കടലിലാണ്. എവിടെ വെച്ച് നടന്നേ ചോദിച്ചാൽ തിരുവനന്തപുരത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെയും മാൽഡീവ്സിന്റെയും സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു എക്സസൈസ് എക്വറിൻ എന്ന് പറയുന്നത്. എക്സസൈസ് സൈക്ലോൺ അല്ലെ. ചുറ്റി അടിക്കുന്നത് ഏതാണ്? എക്സസൈസ് സൈക്ലോൺ എന്ന് പറയുന്നത് അത് ഇപ്പൊ ഇന്ത്യയുടെ ഈജിപ്തിന്റെയും സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു. രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡിൽ വെച്ചാണ് എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, എക്സസൈസ് സൈക്ലോൺ, ചുറ്റി അടിക്കുക എന്ന് ആലോചിക്കുക അല്ലെ. സൈക്ലോൺ എന്ന് പറയുമ്പോൾ എന്ത് ഇങ്ങനെ ഇരിക്കും അല്ലെ. ഇങ്ങനെ ഇരിക്കും ആണല്ലോ. ഇങ്ങനെയാണ് ചുറ്റി അടിക്കുന്നത്. തിരിച്ചു വെച്ചാൽ എന്താ? നമുക്ക് അത് പിരമിഡായി. പിരമിഡ് ഉള്ളത് എവിടെയാണ്? ഈജിപ്തിലാണ് അല്ലെ. ഈജിപ്തിലാണ്. സൈക്ലോണ് ഇന്ത്യ, ഈജിപ്ത്, മഹാജൻ ഫീൽഡ്, രാജസ്ഥാൻ. അടുത്തതോ നൊമാഡിക് എലിഫന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യ പ്രതിനിധീകരിക്കുന്നു അല്ലെ. ഏറ്റവും വലിയൊരു ശക്തിയെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ പറയുന്ന എലിഫന്റ് എന്ന് പറയുന്നത്. പഴയ പ്രബല വലിയൊരു ശക്തിയായിരുന്നു അതെന്ന് പറയുന്നത്. ഇപ്പൊ ജംഗിസ് ഖാൻ എന്ന് പറയുന്നത് അദ്ദേഹം 7 നാട്ടുകാരനാണ്, മംഗോളിയക്കാരനാണ്. അപ്പം ഈ പറയുന്ന മംഗോളിയയിലെ ഉലാൻ ബദറിൽ വെച്ചാണ് ഈ വർഷത്തെ പറഞ്ഞ നൊമാഡിക് എലിഫന്റ് എക്സസൈസ് എന്ത് ചെയ്യുന്നത് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസമാണ് അല്ലെ. അടുത്തതോ എക്സസൈസ് ശക്തി അല്ലെ. 7 അല്ലെ. എക്സസൈസ് ശക്തി 8 എന്ന് പറയും. പ്രധാനമായിട്ടും ശക്തി ഒരുപാട് വർഷക്കാലമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ശക്തി എന്ന് പറയുന്നത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രബലമായ ശക്തിയാണ് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഫ്രാൻസ് അല്ലെ. ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉള്ള രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അപ്പം ഫ്രാൻസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റുന്നത് അല്ലെ. അപ്പൊ എക്സസൈസ് ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത സൈനിക അഭ്യാസമാണ്. എവിടെ വെച്ചാണ് നടന്നത്? ഫ്രാൻസിലെ ലാ കാവറിലെയും വെച്ചാണ് ഇന്ത്യ നടന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് കാൻകോസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഖാൻ USA പറഞ്ഞ എന്താണ് ജംഗിസ് ഖാൻ. അപ്പൊ ഖാൻ ക്വസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ്. അപ്പൊ USA ആണെന്ന് ആലോചിക്കുക. ഖാൻ ക്വസ്റ്റ് മംഗോളിയ USA സംയുക്ത സൈനിക അഭ്യാസമാണ്. ഉലാൻ ബദർ മംഗോളിയയിലെ ഉലാൻ ബദർ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് എക്സസൈസ് കൊങ്കൺ. പേരിനകത്ത് തന്നെ ഉണ്ട് കൊങ്കൺ തീരം. എവിടെയാണ്? ഇന്ത്യയിലാണ് അല്ലെ. അപ്പൊ ഏതാണ്? ഇന്ത്യ UK സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് കൊങ്കൺ എന്ന് പറയുന്നത്. എവിടെ വെച്ചാണ് നടക്കുന്നത്? വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യനിൽ വെച്ചാണ് ഇന്ത്യ നടന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത്
എക്സൈസ് അജയ്യ വാര്യർ രണ്ടുപേരും എന്താണ് ഈ കൊങ്കൺ ആയിക്കോട്ടെ അജയൻ ആയിക്കോട്ടെ എന്താണ് വരുന്നത്, അത് ഇന്ത്യയും UK തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. ഒന്ന് കടലിൽ നടന്നാൽ മറ്റൊന്ന് എവിടെ നടക്കും, കരയിൽ നടക്കും. ഒന്ന് ഇന്ത്യൻ ഓഷ്യൻ നടന്നു കഴിഞ്ഞാൽ മറ്റൊന്ന് എവിടെ നടക്കും, അത് ഥാർ മരുഭൂമിയിൽ നടക്കും, അല്ലെ രാജസ്ഥാനിൽ നടക്കുമെന്ന് ആലോചിക്കുക. അല്ലെ, അജയ്യനാണ് കൊങ്കണം ഓർത്തിരിക്കുക. രണ്ടും ഇന്ത്യയിലാണ്, രണ്ട് ഇന്ത്യൻ പേരുകളാണ്. അപ്പൊ ഇന്ത്യയും UK ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, സംയുക്ത അഭ്യാസം. അടുത്തത് എക്സൈസ് ശ്രീലക്സ് പേരിനകത്ത് തന്നെ ഉണ്ട്. എന്താണ് ശ്രീലങ്ക എസ് അല്ലെ, ശ്രീലങ്ക എസ് അല്ല ശ്രീലങ്ക എന്ന് ആലോചിക്കുക. അപ്പൊ ശ്രീലക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ പറയുന്ന ISL എന്ന് പറയുന്നത് ശ്രീലങ്കയും, I എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇന്ത്യ. അപ്പൊ ശ്രീലങ്ക ഇന്ത്യ സംയുക്ത സൈനിക അഭ്യാസം പോർട്ട് കൊളംബോയിൽ വെച്ചാണ് നടന്നത്. അടുത്തതോ എക്സസൈസ് മൈത്രി അല്ലെ, മൈത്രി എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്നത്, ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് മൈത്രി എന്ന് പറയുന്നത്. 14ാമത്തെ സൈനിക അഭ്യാസമായിരുന്നു. അല്ലെ, എവിടെ വെച്ചാണ് നടക്കുന്നത്, മേഘാലയയിൽ വെച്ചാണ് നടക്കുന്നത്. മേഘാലയയിലെ ഉംറോയിൽ വെച്ചാണ് നടക്കുന്നത്. യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് യുദ്ധം ചെയ്ത് നടക്കുന്ന ആരാണ്, അമേരിക്കയാണ്. അപ്പം യുദ്ധാഭ്യാസം എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന ഇന്ത്യയാണ്, അഭ്യാസം കാണിക്കുന്ന അമേരിക്കയാണ്. അപ്പൊ ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം യുദ്ധാഭ്യാസം എവിടെ വെച്ചാണ് നടന്നത്, USA അലാസ്കയിൽ വെച്ചാണ് നടന്നത്. അടുത്തതോ തൃശൂലം ഏതാണ്, തൃശൂർ വെച്ചാൽ 3 സർവീസ് ഉണ്ട്, ട്രൈ സർവീസ്. തൃശൂൽ എങ്ങനെയല്ലേ ഇരിക്കുന്നത്, ട്രൈ സർവീസ് ആണ് അല്ലേ, നോക്കാം. ഇന്ന ആർമി നേവി എയർഫോഴ്സ് ആൻഡമാൻ നിക്കോബാർ സംയുക്ത കമാൻഡിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, നടന്നത്. മിത്രാശക്തി, മിത്രങ്ങൾ, അടുത്തടുത്ത രാജ്യങ്ങളാണ്, മിത്രങ്ങളാണ് നമ്മൾ. ആരൊക്കെ തമ്മിലാണ്, ശ്രീലങ്കയും ഇന്ത്യയാണ് അല്ലെ. പറയുന്നത് മിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലുള്ള കൾച്ചറും ഒരേപോലുള്ള ഭൂപ്രദേശമുള്ള ആളുകൾ എന്ന് പറഞ്ഞ ഒന്ന് ഏതാണ്, ഇന്ത്യയും മറ്റൊന്ന് ശ്രീലങ്കയുമാണ് അല്ലെ. രണ്ടുപേരും തമിഴ് സംസാരിക്കും, രണ്ടുപേരും ഇപ്പൊ പ്രബലമായ മതം ഹിന്ദു മതമാണ്, ഏകദേശം ഒരേ ഡിസെൻഡൻസ് ആണ് ഇവരെല്ലാം എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ മിത്രങ്ങളാണ് അവരെന്ന് പറയുമ്പോൾ മിത്രശക്തി എന്ന് പറയുന്നത് ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു. കർണാടകയിലെ ബെൽഗാവിയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, സൈനിക അഭ്യാസം നടന്നത്. ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത്, സൈക്ലോൺ എന്ന് പറയുന്നത് ഈജിപ്തിന്റെ ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഡെസേർട്ട് സൈക്ലോൺ 2 എന്ന് പറയുന്നത് ഇന്ത്യയും UAEയും തമ്മിലാണ് അല്ലെ, UAEയും തമ്മിലാണ്, അബുദാബിയിൽ വെച്ചാണ് നടന്നത്. അടുത്തത് ഹരിമയു ശക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന ആരൊക്കെ തമ്മിലാണ്, മലേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. രാജസ്ഥാനെ മഹാജൻ ഫീൽഡിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അടുത്തത് ഡെസേർട്ട് ഹണ്ട് അല്ലെ. ഡെസേർട്ട് ഹണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ തന്നെ ഹണ്ടിന് പോയതാണ്, ഇന്ത്യക്കാർ തന്നെ ഹണ്ടിന് പോയതാണ്. ട്രൈ സർവീസ് ഫോഴ്സ് തമ്മിലുള്ള ഒരു സൈനിക അഭ്യാസമായിരുന്നു. എവിടെ വെച്ചാണ് നടക്കുന്നത്, രാജസ്ഥാനിലെ ജോധ്പൂരിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, നടന്നത്. അടുത്തത് എന്താണ്, പാസേജ് എക്സസൈസ്, പാസെക്സ് എന്ന് പറയും. പ്രധാനമായിട്ട് പാസെക്സ് എന്നാണ് എപ്പോഴും പറയാറ്. പാസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെയും UKയുടെയും സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു. പാസെക്സ് എന്ന് പറയുന്നത് അറേബ്യൻ കടലിൽ വെച്ചാണ് എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്. സിംബെക്സ് വളരെ സിമ്പിൾ ആയിരുന്നു. അതായത് ഈ പറയുന്ന രീതിയിൽ സിംഗപ്പൂരിയൻ നേവി അല്ലെ, സിംഗപ്പൂരിയൻ നേവിയും ഇന്ത്യൻ നേവിയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. എവിടെ വെച്ചാണ് നടന്നത്, ഈ പറയുന്ന സിംഗപ്പുരം ചാങ്കെ നേവൽ ബേസ് വെച്ചാണ് എന്ത് നടന്നത് എന്നുള്ളതാണ്. അടുത്തത് ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തിനെ പറ്റിയാണ്, പ്രധാനമായിട്ട് ഈ പറയുന്ന എക്സസൈസസിനെ പറ്റിയിട്ടാണ്. ഇനി പഠിക്കാൻ വേണ്ടി പോകുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സൈനിക പ്രവർത്തനങ്ങളെ പറ്റിയാണ്. ഓക്കെ, സൈനിക പ്രവർത്തനം നോക്കുകയാണെങ്കിൽ ഒന്നൊന്ന് പറയുന്ന ഓപ്പറേഷൻ ആൻഡ് മിഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ, രാത്രിക്ക് രാത്രി അടിക്കുക. ഏതാണത്, ഫോർഡോ, നത്താൻസ, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US വലിയ തോതിലുള്ള ആക്രമണം നടത്തി. B2 ബോംബറുകൾ ഉൾപ്പെടെയുള്ള 125ലധികം വിമാനങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓപ്പറേഷൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് പ്രധാനമായിട്ടും കാരണമായിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ ഒക്കെ തന്നെയാണെന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറയുന്നത്. രാത്രിക്ക് രാത്രി അടിക്കുക, ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. അതേപോലെ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസർവ് എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഓക്കെ, ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസർവ് എന്താണെന്ന് കമന്റിൽ പറയുക. സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഈ പറയുന്ന രീതിയിൽ വെനസ്വേലയിൽ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന അമേരിക്ക കടത്തിയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ ആണ്. അതിന്റെ പേരെന്ന് പറയുന്ന ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നുള്ളതാണ്. ആരെയാണ് കടത്തിയെന്ന് നിങ്ങൾ എന്ത് കമന്റിൽ പറയുക. ഇത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ US ഇറാനിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. രാത്രിക്ക് രാത്രി അടിച്ചു എന്ന് ആലോചിക്കുക അല്ലെ. അടുത്തത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ആ ചിത്രത്തിൽ തന്നെ ഉണ്ട് അല്ലെ, റൈസിംഗ് ലയൺ. ഏതാണത്, ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് RF ഫോട്ടോ ആണ്. അത് ജൂതന്മാരുടെ സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് എവിടെയാണത്, ഇസ്രായേലിലാണ്. അപ്പം ഇറാന്റെ ആണവ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന വലിയ തോതിലുള്ള സൈനിക വ്യോമാക്രമണമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറഞ്ഞാൽ. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, ആ ചിത്രം ഓർത്തിരുന്നാൽ മതി, ചിത്രം ഓർത്തിരിക്കുക അല്ലെ. റൈസിംഗ് ലയൺ, ജൂതന്മാർ രാഷ്ട്രം. റൈസിംഗ് ലയൺ ഏതാണ് വരുന്നത്, ഇസ്രായേലാണ് വരുന്നത്. അടുത്തത് ഓപ്പറേഷൻ സിന്ധു ആണ്. ഓപ്പറേഷൻ സിന്ധു നമുക്കറിയാം, സിന്ധു ഉണ്ട്, സിന്ദൂറും ഉണ്ട് അല്ലെ. ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്നും ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനായിട്ടും
ഒഴിപ്പിക്കുന്നതിനായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് അല്ലെ. ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത്, സിന്ധു അല്ലെ. സിന്ധു എന്ന് പറഞ്ഞ എന്താണത്? ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന, ഇന്ത്യക്കാരെ കൊണ്ടുവരുന്ന ഓപ്പറേഷൻ സിന്ധു. അടുത്ത ഓപ്പറേഷൻ സിന്ദൂർ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ആദ്യം തന്നെ സിന്ധു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓപ്പറേഷൻ സിന്ധു വേറെ, ഓപ്പറേഷൻ സിന്ദൂർ വേറെ. സിന്ധു എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, സിന്ധു സിന്ധു ഇന്തുണ്ട്, അതിനകത്ത് ഓർത്തിരിക്കുക, ഉണ്ട്, ഇറാനുണ്ട് അല്ലെ, ഇറാനുണ്ട്. അപ്പൊ പേർഷ്യക്കാരാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്. പൊതുവെ ഈ പറയുന്നത് സിന്ധ് നദീ തടത്തിലുണ്ടായിരുന്ന ആളുകളെ ഇന്തോ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പറയുന്നത് സിന്ധ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓർത്തിരിക്കുക പേർഷ്യൻസ്. അപ്പൊ ഏതാ വരുന്നത്? ഇറാനിയൻസ് ആണ് വരുന്നത്. അപ്പം എന്താണ്? ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന എന്താണ് സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധുവും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മറുപടിയായിട്ട് പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ അതിൽ POKയിലേക്ക് 9 തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സും മറ്റ് പ്രധാനപ്പെട്ട ആർമഡ് ഫോഴ്സും കൂടെ ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന ഡ്രോൺ ആക്രമണമാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധു. ഡ്രോൺ മാത്രമല്ല, ഇന്ത്യൻ എയർഫോഴ്സിന് മറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ആണ് അല്ലെ, ഓപ്പറേഷൻ സിന്ദൂർ ആണ്. അടുത്ത ഓപ്പറേഷൻ ബ്രഹ്മ. ബ്രഹ്മ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, ബ്രഹ്മ ഏതാണത്? ബ്രഹ്മ മാ ഫോർ മ്യാൻമർ ആലോചിക്കാം. ബ്രഹ്മ ഫോർ മ്യാൻമർ. അപ്പം ഭൂകമ്പം ബാധിച്ചിട്ടുണ്ടായിരുന്ന മ്യാൻമറിന് മാനുഷിക സഹായം നൽകുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. അടുത്തതാണ് ഓപ്പറേഷൻ ഹോക്ക്. എല്ലാ ഓപ്പറേഷൻ പഠിച്ച ശേഷം ഓപ്പറേഷൻ ഹോക്കിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്ന് പതറും. എന്താണെന്ന് അറിയാം? ഓപ്പറേഷൻ ഹോക്ക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അമേരിക്കയുടെ മറ്റും ഈ പറയുന്ന ഓപ്പറേഷൻ ആണെന്ന് കരുതും. പക്ഷെ ഓപ്പറേഷൻ ഹോക്ക് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒന്നും ഓപ്പറേഷൻ അല്ല. എന്താണ്? കുട്ടികളെ ഓൺലൈനിൽ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സൈബർ കുറ്റകൃത്യ ശൃംഖലകൾ തകർക്കുന്നതിനായിട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ നമ്മുടെ CBI അടുത്തിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ ഹോക്ക്. ഈ പറയുന്ന കുട്ടികളുടെ അശ്ലീല വീഡിയോ ഒക്കെ എന്ത് ചെയ്യുന്നത്? പ്രചരിപ്പിക്കുന്ന ആളുകളെ കണ്ടെത്തി തൂക്കുന്ന പരിപാടി. എന്താണത്? ഓപ്പറേഷൻ ഹോക്ക് എന്ന് പറയും അല്ലെ. ഓപ്പറേഷൻ ഹോക്ക്. ഇതൊരു ഹുക്കാണ് ആലോചിച്ചാൽ മതി. ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തില് വൃത്തികളൊക്കെ കാണിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഹുക്ക് ചെയ്ത് തൂക്കും എന്ന് ആലോചിച്ചാൽ, ഹുക്ക് ചെയ്ത് തൂക്കും. അപ്പോൾ ആലോചിക്കുക, ഓപ്പറേഷൻ ഹോക്ക് എന്ന് പറയുന്ന ആരെയാണിത്? CBIയുടെ ഓപ്പറേഷൻ ആണ് അല്ലെ, CBIയുടെ ഓപ്പറേഷൻ ആണ്. അടുത്തതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ്. ഏതിരണ്ട കാട്ടിലും കയറി അടിക്കുന്നത്. പ്രധാനമായിട്ട് ആലോചിക്കുക, ബ്ലാക്ക് ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേക്കുമായിട്ട് ബന്ധപ്പെട്ടത് ആലോചിക്കരുത്. എന്താണ് ബ്ലാക്ക് ഫോറസ്റ്റ്? ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ പറയുന്ന മാവോയിസ്റ്റുകൾക്കെതിരായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡിലെ ബീജാപ്പൂരിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ പേരിൽ നടത്തിയ പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയുടെ ഫലമായിട്ട് തെലങ്കാന അതിർത്തിക്ക് സമീപം 31 മാവോയിസ്റ്റുകളെ കൊല്ലപ്പെട്ടു എന്നല്ല, കൊന്നു എന്നുള്ളതാണ് അല്ലെ. കൊന്നു. ഈ പറയുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. CRPF നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ ആണ്. ഓക്കെ. അടുത്തതാണ് ഓപ്പറേഷൻ സങ്കല്പ്. സങ്കല്പിക്കാൻ പോലും സമയം കൊടുക്കാതെ എന്ത് ചെയ്യും? തീർത്ത് കളയും. അപ്പോൾ എന്താണത്? ഓപ്പറേഷൻ സങ്കല്പ് എന്നുള്ളതാണ് അല്ലെ. ഓപ്പറേഷൻ സങ്കല്പം എന്നുള്ളതാണ്. അതും ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ ബീജാപ്പൂരില് സുരക്ഷാ സേനയെ 22 നക്സലൈറ്റുകൾ ഓപ്പറേഷൻ സങ്കല്പ് എന്ന പേര് നടത്തി വിപുലമായ കലാപവിരുദ്ധ നീക്കത്തിനിടെ വധിച്ചു എന്നുള്ളതായിരുന്നു ഓപ്പറേഷൻ സങ്കല്പ്. നക്സൽസ് സങ്കല്പിക്കുന്നതിന് മുമ്പായിട്ട് CRPF കയറി അടിച്ചു എന്ന് ആലോചിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ. അടുത്തതാണ് ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഓപ്പറേഷൻ മഹാദേവ്. ഇന്ത്യൻ സൈന്യം, ഈ പറയുന്ന ചിനാർ കോപ്സ്, CRPF, ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് എന്നിവയുടെ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ആളുകളെ ഈ പറയുന്നതാണ് ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്ന ആളുകളെല്ലാം വനത്തിലേക്ക് ഓടി ഒളിച്ചപ്പോൾ പുറേ പോയി തൂക്കി വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നത് ഇവരായിരുന്നു. അപ്പൊ ഓപ്പറേഷൻ മഹാദേവ് എന്താണത്? ഈ പറയുന്ന CRPFും ജമ്മു ആൻഡ് കാശ്മീർ പോലീസും ഇന്ത്യൻ ആർമിയോടെ ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ബ്രഹ്മ തൊട്ട് മുമ്പ് പറഞ്ഞത് കൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കുന്നില്ല. മ്യാൻമറിൽ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഭൂകമ്പം സംഭവിച്ചപ്പോൾ ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷൻ. അവസാനത്തെ നമ്മൾ ഓർത്തിരിക്കുക, ഓപ്പറേഷൻ സാഗർ ബന്ധു. നമ്മുടെ സാഗരത്തിൽ വളരെ ബന്ധുവായിട്ട് കിടക്കുന്ന ആരാണ്? നോക്കി, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവല്ലേ ശ്രീലങ്ക. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയെ സഹായിക്കുന്നതിനായിട്ട് നവംബർ 28 ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയുടെ മാനുഷിക സഹായ ദുരന്ത നിവാരണ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. നമ്മുടെ സ്വന്തം സാഗരത്തിന്റെ ബന്ധുവാണ് അല്ലെ. ആരാണത്? ശ്രീലങ്കയാണ് അല്ലെ. ആരാണത്? ശ്രീലങ്കയാണ്. അപ്പൊ ശ്രീലങ്കയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 25, 26 കാലഘട്ടങ്ങളിലും മറ്റുമായിട്ട് ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഓപ്പറേഷൻ ഗംഗയുണ്ട്, ഓപ്പറേഷൻ കാവേരി ഉണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് ഈ പറയുന്ന ഓപ്പറേഷൻസ് ഇഷ്ടംപോലെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. ഈ അടുത്തിടെ നടത്തിയിട്ടുണ്ടായിരുന്ന വളരെ കുറച്ച് ഓപ്പറേഷൻസ് മാത്രം, അതേപോലെ തന്നെ വളരെ കുറച്ച് എക്സസൈസുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ.
അപ്പോൾ അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും ഇത്രയും കാര്യം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇതെന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇനി വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ LDC പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ മിഷൻ LDC 2027 ഒരു പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ കോഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പഠനം എന്ത് ചെയ്യുക ഇപ്പം തന്നെ നമുക്ക് ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും ഇത് ഫോളോ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.